നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക, പെട്ടെന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കൂടി നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഇപ്പോൾ നല്ലൊരു സ്നേഹം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് ഇവിടെ നിങ്ങളോട് സോറി പറയുന്ന ഒരു എനർജിയാണ്. അവർക്കിപ്പോൾ അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് സോറി പറയുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റീയൂണിയൻ സാധ്യമാകുമോ? ഫസ്റ്റ് കാർഡിന് റീയൂണിയൻ സാധ്യമാകുമോ? ഇപ്പോൾ സാധ്യമല്ല, കുറച്ച് ചലഞ്ചിങ് ഫേസ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇത് മൈനർ ആർക്കാന കാർഡാണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊരു മാറ്റം വരുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡുകാർക്ക് റീയൂണിയൻ സാധ്യമാകുമോ? ക്യൂൻ ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സാധ്യമാകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നൽകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡുകാർക്ക് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഇവിടെ നിങ്ങളുടെ ഇടയിൽ വിശ്വാസമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നം വന്നതെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡുകാരുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്? നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സോറി പറയുന്ന എനർജിയും കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്നത്? ഓക്കെ, പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുക, നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കാതെ ഇരിക്കുക, നിങ്ങളുടെ മാനസിക ബലത്തെ സ്ട്രെങ്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ അല്ലെങ്കിൽ ടാരോ കാർഡ് പഠിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് കടന്നു വരാൻ സാധിക്കട്ടെ എന്ന് പ്രപഞ്ചശക്തിയോട് ഞാനും പ്രാർത്ഥിക്കുന്നു.